തിരുവനന്തപുരം നെയ്യാറ്റിൻകര സമാധി വിവാദത്തിൽ കല്ലറ തുറന്നുള്ള പരിശോധന ഇന്നുണ്ടാവില്ല. സബ് കളക്ടർ പോലീസിൽ നിന്ന് വിശദമായ റിപ്പോർട്ട് തേടി. പോലീസിന്റെ റിപ്പോർട്ട് പരിശോധിച്ച ശേഷമായിരിക്കും തുടർ തീരുമാനം. അതേസമയം മരിച്ച ഗോപൻ അതീവ ഗുരുതരാവസ്ഥയിൽ കിടപ്പിലായിരുന്നുവെന്ന് ബന്ധു പോലീസിന് മൊഴി നൽകി. വ്യാഴാഴ്ച രാവിലെ വീട്ടിലെത്തിയ അടുത്ത ബന്ധുവാണ് പോലീസിനോട് ഇക്കാര്യം പറഞ്ഞത്. എന്നാൽ വ്യാഴാഴ്ച രാവിലെ 11 മണിയോടെ ഗോപൻ സ്വാമി നടന്നുപോയി സമാധിയായെന്നായിരുന്നു മകൻ രാജസേനൻ പോലീസിന് നൽകിയ മൊഴി. രണ്ടു മൊഴികളിലും വൈരുദ്ധ്യം നിലനിൽക്കുന്നതിനാൽ കൂടുതൽ അന്വേഷണം വേണമെന്നാണ് പോലീസ് പറയുന്നത്. മരണകാരണം മനസ്സിലാക്കാൻ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്താനാണ് പോലീസ് തീരുമാനം. മൃതദേഹം പുറത്തെടുക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് സബ് കളക്ടറെ സമീപിച്ചിരുന്നു. തുടർന്നാണ് സബ് കളക്ടർ പോലീസിൽ നിന്ന് വിശദമായ റിപ്പോർട്ട് തേടിയത്. ഈ റിപ്പോർട്ട് കൂടെ പരിശോധിച്ച ശേഷമാകും തുടർ തീരുമാനമുണ്ടാവുക. നെയ്യാറ്റിൻകര ആറാലുമൂട്ടിൽ ക്ഷേത്രാചാര്യനായിരുന്ന ഗോപൻ സ്വാമി സമാധിയായെന്നും നാട്ടുകാരറിയാതെ അന്ത്യകർമ്മങ്ങൾ ചെയ്തെന്നുമാണ് കുടുംബാംഗങ്ങൾ പോലീസിനു നൽകിയ മൊഴി. എന്നാൽ നടന്നത് കൊലപാതകമാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം. നാട്ടുകാർ സംശയമുയർത്തിയതോടെയാണ് കല്ലറ തുറക്കണമെന്ന ആവശ്യത്തിലേക്ക് പോലീസ് എത്തിയത്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.